ഇസ്രായേലിൻ്റെ വനിതാ സൈനിക മേധാവി കൊല്ലപ്പെട്ടത് അന്വേഷിക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു. ലെബനാനിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന മിസൈൽ ആക്രമണത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം IDF സൈനിക വനിതാ മേധാവി കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ ലെബനാൻ്റെ ഭാഗത്തുനിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്ഫോടക ശക്തി ഉണ്ട് എന്നുള്ളതും മുൻപ് ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഉപയോഗ പ്രവൃത്തികളാണ് അവർ നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പൊതുവെ IDF ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ് സൈനികർക്ക് നേരെ ഉണ്ടായത്. അതിലാണ് വനിതാ മേധാവി കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. പല കാരണങ്ങളിലും സൈനികർ കൊല്ലപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്, അത് സ്ഥിരീകരിക്കാറില്ല. ഇപ്പോൾ ലെബനാനുമായി ബന്ധപ്പെട്ട സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്രയും കാലം ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പല ഘട്ടങ്ങളിലായി ലെബനാൻ്റെ പേര് ഇറാൻ പരാമർശിച്ചതാണ് അവരെ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു മേഖലയായിട്ടായിരുന്നു ലെബനാൻ്റെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം കണ്ടത്. അപ്പോൾ അവരുടെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് എല്ലാ സമയത്തും ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ സംഘർഷാവസ്ഥയുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതിരോധം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കപ്പെട്ട ലെബനാൻ്റെ ഭാഗത്തുള്ള ഭൂപ്രദേശത്തിൻ്റെ 65% ഹിസ്ബുള്ള ഗ്രൂപ്പ് തിരിച്ചു പിടിച്ചതാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം. മറ്റൊരു രാജ്യത്തിനും അത് സാധിച്ചിട്ടില്ല. സിറിയയുടെ ഭാഗത്തുനിന്ന് ഗോലാൻ കുന്ന് പിടിച്ചെടുത്തു. ആ ഗോലാൻ കുന്ന് പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ 2025-26 കാലഘട്ടത്തിലാണ് പിന്നെയെങ്കിലും ഇസ്രായേലിന് അതിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ആ ഭാഗം കയ്യിലാക്കാനോ സാധിച്ചത്. എന്നാൽ ഈ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അന്ന് മുതൽ തന്നെ അവർ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞൊരു സന്ദേശമുണ്ട്: ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യാതെ ഒരിക്കലും അവരുടെ ഭാഗത്ത് നീതി പ്രതീക്ഷിക്കരുത്. ഉപദേശമോ നിർദ്ദേശമോ സഹാനുഭൂതിയോ ഉണ്ടാകുന്നൊരു രാജ്യമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന ചതിയന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുക, അങ്ങനെ ആ സമയത്ത് മാത്രമേ അവർ പരാജയപ്പെടൂ എന്നുള്ളൊരു തെളിവായിട്ടാണ് ലെബനാൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ ഭൂപ്രദേശം തിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾ തെളിവ് കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിശാല ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ്. പല ഘട്ടങ്ങളിലും പറഞ്ഞു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നതിനപ്പുറം ഈ ഒരു നിലപാട് UN സഭയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 കഴിഞ്ഞ വർഷമാണ് സംഭവം നടക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന രാജ്യങ്ങളിലൊക്കെ ഭൂപ്രദേശമുണ്ടെന്നും അത് പിടിച്ചെടുത്തുകൊണ്ട് വിശാലമായിരിക്കുന്ന സാമ്രാജ്യമാക്കി ഇസ്രായേലിനെ മാറ്റും. ലോകത്താകമാനമുള്ള ജൂത വിഭാഗങ്ങൾ ഈ രാജ്യത്ത് സംഗമിക്കുന്ന ദിവസങ്ങൾ ഒരുപാടൊന്നും ഇല്ല, വളരെ അടുത്ത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെ അതിന് ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ അവകാശവാദം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ലെബനാനാണ്. ലെബനാൻ അതിൽ പെടുന്നുണ്ട്, സിറിയ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഇറാഖിൻ്റെ ചെറിയൊരു പ്രദേശമുണ്ട്, സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ സിംഹഭാഗവും പകുതിയിലധികം ഭാഗം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ലെബനാന് കീഴടക്കുക, അല്ലെങ്കിൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധം ഈ മേഖലയിലുള്ളത് ലെബനാന് മാത്രമാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഭരണം ഇപ്പോൾ ഇല്ല. അവരെ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. ബഷർ അൽ അസദിൻ്റെ ഭരണം മാറിയതോടുകൂടി ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സംഘടിത രീതിയിലേക്ക് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നവർ മാറി വരുന്നത്. അതായത് ഷിയാ വിഭാഗങ്ങളുടെ ഒരു യോജിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അടുത്താണ്. അതിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രതിരോധമില്ല. അപ്പോൾ അബ്രഹാം കരാറിൻ്റെ മറപിടിച്ചാണ് ഇസ്രായേൽ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ UAE-ക്കകത്ത് നടത്തിയത്. ഒരു ചതിക്കരാറാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ സൈനികർ ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിൽ ഉണ്ടോ എന്നുള്ള 6ഓളം പേരുടെ വിവരങ്ങൾ ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. അതും വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ച തരത്തിലല്ല ലെബനാൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഉള്ളത്. അവരുടെ കൈവശത്തിൽ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട്, അതെല്ലാം ഇറാൻ കൊടുത്തതാണ് എന്ന് സംശയിക്കുന്നു. ഈ തരത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗസയിലുള്ള സൈനികരെ കുറച്ച് പിൻവലിച്ച് ലെബനാൻ്റെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്നത് ആകാശ യുദ്ധമാണ്.
കരയുദ്ധമല്ല. അതുകൊണ്ട് ഈ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വരെ സൈനികർ നിർത്തിക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ ഭയപ്പാടിലാണ് ഇസ്രായേലിലെ ജനങ്ങൾ. അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ളൊരു സാഹചര്യ അവസ്ഥകൾ ഇസ്രായേൽ പ്രകടമായിരിക്കുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഇസ്രായേൽ എന്താണോ ലോകത്തോട് പറയുന്നത് അത് ലോകം വിശ്വസിച്ചിരുന്നു. അവിടെ കൈവശത്തിൽ അത്യാധുനിക ആയുധമുണ്ട് എന്നതിനാൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഭയപ്പെട്ടിരുന്നു. ഇന്ന് റൂട്ടിലൊക്കെ മാറി സഞ്ചരിക്കുന്നു. ഏത് തരത്തിലും എങ്ങനെയും ആക്രമിക്കാൻ പാകത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ പാകപ്പെട്ട് വന്നത് എന്നുള്ളതാണ്. അങ്ങനെ പാകപ്പെടുത്തിയത് ഇറാനാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമിക്കുന്നു, ഈ യമനിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ ആക്രമിക്കുന്നു, ഇറാഖിൽ പ്രവർത്തിക്കുന്ന വിഭാഗം ആക്രമിക്കുന്നു. ഹൂത്തികളുടെ ഒരു ഭാഗത്താണെങ്കിൽ ഇറാഖിലാണെങ്കിൽ അവിടെ ഷിയ മിലീഷ്യ ആക്രമിക്കുന്നു. എന്തിന് ബഹ്റിൽ നിന്ന് പോലും ഇസ്രായേൽ നേരെ ആക്രമണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ മൊത്തത്തിൽ വളഞ്ഞു നിന്നുള്ള ഒരു ആക്രമണ പദ്ധതികളും ആക്രമണ രീതികളുമാണ് ഇസ്രായേലിനെതിരെ വരുന്നത് എന്നതിനാൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവിടെ സാമ്രാജ്യങ്ങൾ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയപ്പെട്ട ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനെ വല്ലാത്തൊരു നിരാശയായിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വഴികളും മാർഗങ്ങളുമാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയോട് ഈ കാര്യം പറയുകയും ചെയ്തു. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. 100% സഹകരിക്കണം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള സഹായങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് ഒരു നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന രീതിയിലേക്ക് ഇസ്രായേൽ എത്തി എന്ന് ഉറപ്പ് ആയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്ക അബ്രാം കരാർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ നിലവിലില്ല. ആ കരാർ എടുത്തിട്ടുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ഏത് തരത്തിൽ ഒപ്പിട്ടാലും ഏത് വ്യവസ്ഥാ കരാർ പ്രകാരമാണ് നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നത് എങ്കിൽ പോലും ഇറാൻ്റെ നിലപാടിന് മാറ്റമില്ല. ഇറാൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനവും പ്രതിരോധവും സൈനിക ശക്തികളുമെല്ലാം സൈനികരായിരിക്കുന്ന പ്രമുഖരെല്ലാം യഥാർത്ഥത്തിൽ UAE ഉള്ള സമയത്ത് തന്നെ ഇറാൻ UAE അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം നോക്കുകുത്തിയായിട്ട് നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ മുമ്പ് എന്താണോ തങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ ആവർത്തനം ഉണ്ടാകുന്നു എന്നല്ലാതെ ഏത് രീതിയിലുള്ള ഒരു കരാർ വന്നാലും ആ കരാറിൽ ഒപ്പിടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അവരിപ്പോൾ പറയുന്നത് തന്നെ ഇസ്രായേലിൻ്റെ UAE പ്രവേശനമാണ്. അത് അവരെ അമേരിക്ക 100% വിശ്വസിച്ചാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് അത് ഈ ഖത്തറിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണമാണ്. അപ്പോൾ ഉദാഹരണങ്ങൾ ഒരുപാട് പറയാൻ ഈ വർത്തമാന കാലത്ത് തന്നെ ഒരുപാട് അത്തരം പ്രവർത്തികളൊക്കെ അമേരിക്ക ചെയ്തു വെച്ചിട്ടുണ്ട്, ഇസ്രായേലും ചെയ്തു വെച്ചിട്ടുണ്ട്. 100% അവർ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളടത്തേ കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ലെബനാൻ്റെ പ്രത്യേകപരമായിരുന്നു നിരീക്ഷണം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പല ഘട്ടങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലെബനാൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാവരുത്, തീർച്ചയായിട്ടും അതുണ്ടാവും. ലെബനാനിൽ കുടുങ്ങിയിരിക്കുന്ന അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈനികർ മോചിക്കണം, തീർച്ചയായിട്ടും അതുണ്ടാവില്ല. കരാർ വ്യവസ്ഥ പ്രകാരം അല്ലാതെ അവർ മോചിപ്പിക്കാനുള്ള സാധ്യതയില്ല. വളഞ്ഞു നിന്നുള്ള ആക്രമണം അവസാനിപ്പിക്കണം, ഒരിക്കൽ പോലും വളഞ്ഞു നിന്നുള്ള ആക്രമണം അവസാനിക്കില്ല. കാരണം ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന വിഭാഗത്തിന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് തലയിലും കുടുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.